ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ പുതിയ നായകൻ. ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കരുൺ നായർ ടീമിൽ തിരിച്ചെത്തിയപ്പോൾ പരിക്ക് മൂലം ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിലേക്ക് മുഹമ്മദ് ഷമിയെ പരിഗണിച്ചില്ല. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ആൻഡ് വൈസ് ക്യാപ്റ്റൻ. ഇന്ത്യൻ ക്രിക്കറ്റിൽ തലമുറ മാറ്റം. രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ ഇനി ശുഭ്മാൻ ഗിൽ നയിക്കും. ഋഷഭ് പന്താണ് ഉപനായകനും 1ാം വിക്കറ്റ് കീപ്പറും. പ്രായവും IPL നായകനായുള്ള മികച്ച പ്രകടനവും തുടങ്ങി പല ഘടകങ്ങൾ ഗില്ലിന് ഗുണകരമായെന്ന BCCI മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ. Obviously he's very young, but we've seen the improvement, and I know it's T20 cricket for GT as well, but you take feedback from a lot of people, and we are hopeful that he's the guy who can. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കരുൺ നായർ തിരിച്ചെത്തിയതാണ് ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിന്റെ സെലക്ഷനിലെ ഹൈലൈറ്റ്. 2017 മാർച്ചിൽ ഓസ്ട്രേലിയക്കെതിരെ അവസാനമായി കളിച്ച കരുണിന്റെ മടങ്ങിവരവിന് വഴിയൊരുക്കിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ തീർത്ത റൺമല. ജസ്പ്രീത് ബുംറ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജൂറൽ, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ് തുടങ്ങിയ പ്രമുഖ താരങ്ങളെല്ലാം ടീമിലെ സ്ഥാനം നിലനിർത്തിയപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും മിന്നും പ്രകടനം തുടരുന്ന സായ് സുദർശനും പേസർ അർഷ്ദീപിനും ആദ്യമായി ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തി. ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്നാണ് മുഹമ്മദ് ഷമിയെ ഒഴിവാക്കേണ്ടി വന്നതെന്നും അജിത് അഗാർക്കർ. അതേസമയം സർഫ്രാസ് ഖാനെ ഒഴിവാക്കി. ഡ്രസ്സിംഗ് റൂമിലെ വിവരങ്ങൾ സർഫ്രാസ് ഖാൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതായി മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ പരാതിപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. രോഹിത് കോഹ്ലി യുഗത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് ജൂൺ 20 തുടങ്ങുന്ന 5 മത്സര ടെസ്റ്റ് പരമ്പര. ശുഭ്മൻ ഗിൽ എന്ന ക്യാപ്റ്റന് കീഴെ യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി കണക്കാക്കിയുള്ള ദീർഘകാല പദ്ധതി കൂടിയാണ് സെലക്ടർമാർ മുംബൈയിലെ BCCI ആസ്ഥാനത്ത് പ്രഖ്യാപിച്ചത്. മുംബൈയിലെ BCCI ആസ്ഥാനത്ത് നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.